ഓപ്പോ പുറത്തിറക്കിയ ഏറ്റവും പുതിയ സ്മാർട്ട് ഫോണാണിത്. ഓപ്പോ K10 5G. ജൂൺ 8-ാം തീയതിയാണ് ഇത് പുറത്തിറക്കിയത്. ജൂൺ 15 മുതലാണ് ഇതിൻ്റെ വിൽപ്പന ആരംഭിക്കുന്നത്. ഇതൊരു മിഡ് റേഞ്ച് സ്മാർട്ട് ഫോണാണ്. 17,499 രൂപയാണ് ഇതിന് വില വരുന്നത്. ഇതിന് ഒരു വേരിയൻ്റാണ്, സ്റ്റോറേജ് വേരിയൻ്റ് ആണ് ഉള്ളത്. 8 GB റാമും 128 GB സ്റ്റോറേജും വരുന്ന വേരിയൻ്റാണ്. ഇതിൻ്റെ ഓഷ്യൻ ബ്ലൂ കളർ വേരിയൻ്റ് ആണ് ഇപ്പോൾ എൻ്റെ കയ്യിലുള്ളത്. നമുക്ക് ഈ ബോക്സിൽ എന്തൊക്കെയാണ് ഉള്ളതെന്ന് നോക്കാം. നമുക്കൊന്ന് തുറന്നു നോക്കാം. അത് ഫോണുകളുടെ പാക്കേജിങ് രീതി തന്നെയാണ്. ഇതിൻ്റെ കൂടെ ഇതിൻ്റെ മാനുവൽ പേപ്പർ വർക്ക്സും ഗൈഡും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഇതിൻ്റെ ഒരു ബാക്ക് കവർ നൽകിയിട്ടുണ്ട്. ബാക്ക് കവർ അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള ബാക്ക് കവറാണ്. ഇനി ഫോൺ എടുത്ത് നോക്കാം. ഇതാണ് ഞാൻ പറഞ്ഞ ഓഷ്യൻ ബ്ലൂ കളറിൽ വരുന്ന ഓപ്പോ K10 5G. നമുക്കിത് ഓണാക്കി നോക്കാം. അതിന് മുമ്പ് ബോക്സിനകത്ത് വേറെ എന്തൊക്കെയാണുള്ളതെന്ന് കൂടി നോക്കാം. ഇതിൻ്റെ ഒരു ചാർജറുണ്ട്. അത്യാവശ്യം വെയിറ്റൊക്കെ ഉള്ള ചാർജറാണ്. പിന്നെ ടൈപ്പ് C ചാർജർ കേബിളും ഉണ്ട്. ഇത്രയും കാര്യങ്ങളാണ് ഓപ്പോ K10ൻ്റെ ബോക്സിനകത്തുള്ളത്. നമുക്കിനി ഫോണൊന്ന് ഓണാക്കി നോക്കാം. ഇതിൻ്റെ സെറ്റപ്പൊക്കെയാണ് ഇപ്പോൾ കാണിക്കുന്നത്. ഈ സെറ്റപ്പ് ഒന്ന് നമുക്ക് കംപ്ലീറ്റ് ചെയ്ത് നോക്കാം. ഇതാണ് ഓപ്പോ K10 5Gയുടെ ഹോം സ്ക്രീൻ വരുന്നത്. 6.56 ഇഞ്ച് HD+ IPS LCD ഡിസ്പ്ലേ ആണിത്. 90 Hz ആണ് ഇതിൻ്റെ പരമാവധി റിഫ്രഷ് റേറ്റ് വരുന്നത്. അത് 60 Hz ആക്കിയിട്ട് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. Android 12 ബേസ് ചെയ്തിട്ടുള്ള ColorOS 12.1 യൂസർ ഇൻ്റർഫേസ് ആണ് ഫോണിലുള്ളത്. ഇതിന് ഡ്യുവൽ ക്യാമറയാണുള്ളത്. അതുപോലെ തന്നെ ഒരു വാട്ടർ ഡ്രോപ്പ് നോച്ച് നൽകിയിട്ടുണ്ട്. 8 മെഗാ പിക്സലിൻ്റെ സെൽഫി ക്യാമറയാണ് ഫോണിനുള്ളത്. ഇതിൻ്റെ വലതുവശത്തായിട്ടാണ് ഇതിൻ്റെ പവർ ബട്ടണും ഫിംഗർ പ്രിൻറ്റ് സെൻസറും വരുന്നത്. അതുപോലെ വോളിയം ബട്ടണും സിം കാർഡ് സ്ലോട്ടും ഇതിൻ്റെ സൈഡിൽ വരുന്നു. പുറകിൽ ഡ്യുവൽ ക്യാമറയാണുള്ളത്. ഒന്ന് 48 മെഗാ പിക്സൽ ക്യാമറയും താഴെയുള്ളത് 2 മെഗാ പിക്സലിൻ്റെ ഡെപ്ത് ക്യാമറയാണുള്ളത്. ഇതിനൊരു ഡ്യുവൽ ഫ്ലാഷ് ലൈറ്റും കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാം ഇതിൻ്റെ ഒരു ബാക്ക് ഡിസൈൻ ഓഷ്യൻ ബ്ലൂ കളറിലുള്ള ഡിസൈനാണിത്. ഇതിന് 2 കളർ വേരിയൻ്റ് ആണ് വരുന്നത്. ഓഷ്യൻ ബ്ലൂ കളറും അതുപോലെ തന്നെ മിഡ് നൈറ്റ് ബ്ലാക്ക് കളറും. MediaTek Dimensity 810 പ്രോസസ്സറിൽ പ്രവർത്തിക്കുന്ന ഫോണാണിത്. ഇതിൽ നേരത്തെ ഞാൻ സൂചിപ്പിച്ച പോലെ 8 GB റാമും അതുപോലെ തന്നെ 128 GB സ്റ്റോറേജും ഉണ്ട്. ഈ 8 GB റാം നമുക്ക് ഇൻറ്റേർണൽ സ്റ്റോറേജിൽ 5 GB കൂടി ചേർത്ത് നമുക്ക് 8 GB-യിലേക്ക് അത് 13 GB ആയിട്ട് വർദ്ധിപ്പിക്കാൻ സാധിക്കും. അപ്പോൾ റാം ടോട്ടൽ 13 GB-യിൽ നമുക്ക് എടുക്കാൻ പറ്റും. അതുകൊണ്ട് തന്നെ ഫോൺ കുറച്ചുകൂടി സ്മൂത്തായിട്ട് നമുക്ക് പ്രവർത്തിപ്പിക്കാനാകും. ഇതൊരു ഡ്യുവൽ സിം കാർഡ് സ്മാർട്ട് ഫോണാണ്. പക്ഷേ 2 സിം കാർഡ് ഉപയോഗിക്കുമ്പോൾ നമുക്കതിൽ SD കാർഡ് സ്റ്റോറേജിന് വേണ്ടിയിട്ടുള്ള മൈക്രോ SD കാർഡ് ഉപയോഗിക്കാൻ പറ്റില്ല. ഒന്നുകിൽ ഡ്യുവൽ സിം കാർഡ് ഉപയോഗിക്കാം, അല്ലെങ്കിൽ ഒരു സിം കാർഡും ഒരു മൈക്രോ SD കാർഡും നമുക്ക് ഇതിനകത്ത് ഉപയോഗിക്കാൻ പറ്റും. ഇൻറ്റേർണൽ സ്റ്റോറേജ് നമ്മൾ റാമിന് വേണ്ടി ഉപയോഗിക്കുമ്പോൾ നമുക്ക് ആവശ്യം സ്റ്റോറേജ് വേണ്ടി വരികയാണെങ്കിൽ നമുക്ക് ഈ മൈക്രോ SD കാർഡ് ഉപയോഗിക്കേണ്ടതായിട്ട് വരും. അതുപോലെ തന്നെ 5000 mAh ബാറ്ററിയാണുള്ളത്. പവർഫുൾ ആയിട്ടുള്ള ബാറ്ററിയാണ്. അതുകൊണ്ട് തന്നെ കുറച്ച് ഏറെ നേരം നമുക്ക് ചാർജ് കിട്ടും. അതിനൊപ്പം തന്നെ 33 വാട്ടിൻ്റെ സൂപ്പർ ബൂക്ക് ചാർജറാണ് ഇതിനൊപ്പം കൊടുത്തിട്ടുള്ളത്. ഈ 5000 mAh ബാറ്ററി വളരെ വേഗം ചാർജ് ചെയ്യാൻ ഇതിലൂടെ സാധിക്കും. 17,499 രൂപയാണ് ഇതിന് വില വരുന്നത്. ഒരു മിഡ് റേഞ്ച് സ്മാർട്ട് ഫോണാണ്. ഒരു മിഡ് റേഞ്ച് സ്മാർട്ട് ഫോണിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിക്കാവുന്ന ഫീച്ചറുകളൊക്കെ ഇതിലുണ്ടെന്നാണ് നമ്മൾ കരുതുന്നത്. ക്യാമറ ക്വാളിറ്റി എന്താണെന്നും സെൽഫി ക്യാമറയുടെ ക്വാളിറ്റി എന്താണെന്നും മറ്റ് ഫീച്ചറുകളൊക്കെ എങ്ങനെയാണെന്നും പരിശോധിക്കേണ്ടതായിട്ടുണ്ട്. എന്തായാലും ഇതിൻ്റെ സ്ക്രീനൊക്കെ അത്യാവശ്യം നല്ല സ്ക്രീനാണ് വരുന്നത്. റിഫ്രഷ് റേറ്റും ഉണ്ട് അത്യാവശ്യത്തിന്. 17,499 രൂപയാണ് എങ്കിലും ഓൺലൈൻ സൈറ്റുകളിൽ കൂടുതൽ ഓഫറുകളിൽ വില കുറവിൽ ഈ ഫോൺ വാങ്ങാൻ സാധിച്ചേക്കും. എന്തായാലും ഫോണിൻ്റെ കൂടുതൽ വിശേഷങ്ങളും കൂടുതൽ ഡീറ്റെയിൽസുമായിട്ട് നമ്മളൊരു റിവ്യൂയിലൂടെ നിങ്ങളിലേക്ക് എത്തുന്നതായിരിക്കും.